ജഗത്, അമ്മേ, വൈകൂന്ന് നീ പറഞ്ഞെങ്കിലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ജോലി ഉണ്ടായിരുന്നോണ്ട് ലേറ്റ് ആയി പോയതാ അമ്മേ. ശരി, ഫ്രഷ് ആയി വാ, ആഹാരം കഴിക്കാം. ഞാൻ കഴിച്ചിട്ടേ അവരോട് അമ്മയോട് പറഞ്ഞിരുന്നല്ലേ. സത്യമാണോ നീ പറയുന്നത്? അമ്മയുടെ കള്ളം പറയും തോന്നുന്നുണ്ടോ? സ്വന്തം കൈകൊണ്ട് ഊട്ടിയില്ലെങ്കിൽ തന്റെ കുഞ്ഞിന്റെ വിശപ്പിന്റെ കാര്യത്തിൽ എല്ലാ അമ്മമാർക്കും സംശയം ഉണ്ടാകും. എന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു സംശയം അമ്മയ്ക്ക് വേണ്ട, മനസ്സിലായോ? പിന്നെ ഞാനിന്നൊരു പുതിയ ഡാൻസ് ടീച്ചർ അയച്ചിരുന്നല്ലോ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വളരെ നല്ല കുട്ടിയാ. നല്ല മനസ്സുള്ള എല്ലാവരുടെയും മനസ്സിൽ ആരെ കണ്ടാലും നല്ലവരാണെന്നേ തോന്നും. അങ്ങനെ പറയാതടാ, സത്യമായിട്ടും നല്ല മര്യാദയുള്ള കുട്ടി തന്നെയാ അവള്. ശരി, എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഉം. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കവും വരുന്നു. ഞാൻ ഒന്ന് കിടന്നോട്ടെ അമ്മേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോനെ. ഇതെന്താ? എന്റെ വാഷ്റൂം ആരോ ഉപയോഗിച്ചല്ലോ. അതായത് ആരോ എന്റെ മുറിയിൽ കയറിയിരിക്കുന്നു. ഇതെല്ലാം പൂർണ്ണയുടെ പണിയായിരിക്കും. പക്ഷെ എന്റെ വാഷ്റൂമിലേക്ക് അവളെന്തിനു വരണം? എന്തായാലും രാവിലെ ആവട്ടെ, ശരിക്കും കൊടുക്കും. നീയോ? ഏയ്, നീ എന്താണ് എന്റെ മുറിയില്? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ആരാ നിന്നെ മുറിയിൽ കയറ്റിയത്? ടോപ്പിക് മാറ്റരുത്. എന്റെ മുറിയിലോട്ട് കടന്നു വന്ന് എന്റെ മുഖത്ത് നുള്ളിയിട്ട് ഞാൻ എന്താ ഇവിടെന്ന് നീ ചോദിക്കുകയാണോ? വാട്ട്? മുഖത്ത് നുള്ളിയെന്നോ? ഇങ്ങനെ നുള്ളില്ലേ? ഏയ്, ഭ്രാന്തുണ്ടോ? നിന്റെ മുഖത്ത് ഞാനെപ്പോഴാ നുള്ളിയേ? നിങ്ങളുടെ നുള്ളു കൊണ്ടിട്ടാ ഞാൻ ഉണർന്നേ. ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോ മുതലെടുക്കാൻ നോക്കുക അല്ലേ? അതിന് നീ ഒരു പെൺകുട്ടിയാണോ? അതെന്ത് ചോദ്യ? നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ഒരു പെൺകുട്ടിയായിട്ട് തോന്നില്ലേ? നിനക്കങ്ങനെ തോന്നുന്നുണ്ടാവും, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. പെണ്ണാന്ന് തോന്നാതെ തന്നെ എന്റെ മുറിയിലോട്ട് കടന്നു വന്നു, എന്നിട്ട് എന്റെ കവിളിൽ നുള്ളി. ഇതെന്റെ കവിളാണ്, അല്ലാതെ മൈദാമാവല്ല. നിനക്കിങ്ങനെ നുള്ളി പറിക്കാനായിട്ട്.
അപ്പൊ നീ എന്റെ കവിളിൽ നുള്ളിയതോ? ഏയ് ഞാനെപ്പോഴാ നുള്ളിയെ? ന്യൂസൻസ് ഉണ്ടാക്കാതെ മര്യാദക്ക് എന്നെ മുറിന്ന് പുറത്തോ. ആദ്യം നീ ഇറങ്ങിപ്പോ. നീ ഇറങ്ങുന്നോ ഇല്ലയോ? ഞാനെന്തിനു പോണം? എന്റെ റൂമിൽ വന്നതിനും എന്റെ കവിളിൽ നുള്ളിയതിനും എന്റെ കാലിൽ പിടിച്ച് മര്യാദക്ക് മാപ്പ് പറഞ്ഞോണം ഇപ്പൊ. എന്ത്? പിന്നെ നീയല്ലേ അനാവശ്യമായിട്ട് കൈവച്ചേ? തോന്നിയ ദിവസം പറയരുത്. ഇറങ്ങി പോകങ്ങോട്ട്. സത്യത്തിൽ എന്റെ റൂമിലോട്ട് കേറി വന്നിട്ട് എന്റെ കവിളിൽ നുള്ളാല് മാത്രം ആരാടാ നീ? അപ്പൊ വീട്ടില് കക്കാൻ വേണ്ടി കേറിയതാണോ? കക്കാനോ? എന്താ ഇത്? ഇപ്പൊ രാത്രി മുഴുവൻ മോഷണം നടത്താൻ വേണ്ടിട്ട് ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ നൈറ്റ് ഡ്രസ് വിടാൻ തുടങ്ങിയോ? ആരാണ് കള്ളൻ? ആരാണ് എടീന്നോ? നീ തന്നെയാടാ, വേറെ ആരാ? പാതിരാത്രി ഇങ്ങനെ തള്ളിക്കേറി വന്നെങ്കിലേ കള്ളനല്ലാതെ വേറെ ആരാടാ നീ? ഒരെണ്ണം ഇട്ട് തന്നാലുണ്ടല്ലോ. എന്താ തല്ലണോ? വാ തല്ല്. എന്താ തല്ലുന്നില്ലേ? ഞാനേ ഡാൻസ് മാത്രമല്ല, കുറച്ച് കാരാട്ടയും പഠിച്ചിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ആഹാ, എങ്കി വാ നമുക്കൊരു കൈ നോക്കാം. ഏയ് സത്യത്തിൽ ആരാണ് നീ? ഒരുപാടങ്ങ് സംസാരിക്കുന്നുണ്ടല്ലോ. വിഷയം മാറ്റണ്ട, വാ ഫൈറ്റ് ചെയ്യാം. ഹൂ, ഹാ. നീ എന്നെ തള്ളിയിട്ടല്ലേ? നിന്നെ നീ എന്തായി ചെയ്ത? നിന്നെ നിന്റെ കഥ ഞാൻ തീർപ്പോടാ. വേണ്ട പുറത്തോ പോവാനാ പറഞ്ഞ. ഏയ് ബുക്ക് എടുക്കല് വേണ്ട. നിന്നെ ഭ്രാന്തി പെണ്ണ് എന്തൊക്കെയാ കാണിക്കുന്ന? വേണ്ടെന്നല്ലേ പറഞ്ഞ. ബുക്ക് ഞാനുണ്ടല്ലോ. പറഞ്ഞ മനസ്സിലാവില്ല അല്ലേ? മനസ്സിലാവില്ലെന്ന്. വിടടാ, ഒന്ന് നിർത്ത്. നീ എന്തായി ചെയ്യുന്നത്? ആരാണമ്മ ഇത്? ഈ ഭ്രാന്തി എന്റെ മുറി കയറി പ്രശ്നം ഉണ്ടാക്കിയ? ഏയ്, ഭ്രാന്തി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ മൂക്കടിച്ച് പരത്തും ഞാൻ. എന്നാ വാടി, വാ. അയ്യോ മതി മതി മതിയാക്ക്. നോക്കമ്മേ, ഏതോ ഒരുത്തൻ അർദ്ധരാത്രി എന്റെ മുറിയിലോട്ട് കയറി വന്ന് ബഹളം ഉണ്ടാക്കുക. ഏതോ ഒരുത്തനല്ല മോളെ, എന്റെ മകനാ ജഗത്. അമ്മയുടെ മകനോ? ഈ കുട്ടിയാടാ ഞാൻ പറഞ്ഞ ഡാൻസ് ടീച്ചർ. ഇത് ഡാൻസ് ടീച്ചർ ആണെന്നോ? അമ്മയുടെ മോനാണെങ്കിലും ഒരു പെൺകുട്ടി എടുക്കുന്ന മുറിയിലേക്ക് എങ്ങനെ വരാൻ പാടില്ല? ഹലോ, നിന്റെ മുറിയിലേക്ക് ആരാ വന്നത്? നീ എന്റെ മുറിയിലേക്കാ വന്നിരിക്കുന്നത്. എന്താ? മതി മതി മതി, വഴക്ക് കൂടിയത് മതി. ഇത് ഇവന്റെ മുറിയാണ് മോളെ. അടുത്ത മുറിയിലേക്ക് വിട്ടപ്പോ നീ ഈ മുറിയിലേക്കാണ് വന്നതല്ലേ? അമ്മയുടെ മോള് താഴെ നിന്ന് എനിക്ക് ഈ മുറിയെ കാണിച്ചു തന്നെ. ഇനിയെങ്കിലും ഇവിടെ ഇവിടുന്ന് പുറത്തു കൊണ്ടുപോമ്മേ. ഇവിടെ കാണുമ്പോ തന്നെ എനിക്ക് ചൊറിഞ്ഞു വരുവാ. എനിക്കും ചൊറിഞ്ഞേറി വരുന്നുണ്ട്. നമുക്ക് പോവാം. ഇതാണ് മോളെ നിന്റെ മുറി. പൂജയുടെ ഓർമ്മകളാണല്ലോ മൊത്തം കടന്നു വരുന്നത്. ഇതുവരെയും
ഞാൻ ഏതൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടാലും അത് വീടിന്റെ പടി വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ എന്റെ മനസ്സിലേക്കും വീട്ടിലേക്കൊക്കെ വന്നു തുടങ്ങിയല്ലോ. ചാരി, നിനക്ക് എന്ത് പറ്റിയടാ? അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ ആരെയും മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്ന ശീലമൊന്നുമില്ല. പക്ഷേ മനസ്സിൽ തോന്നാതെ സ്വപ്നത്തിൽ ഇവൾ എങ്ങനെ വരുന്നതാ? അപ്പൊ ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സ് പൂജയെ ഇത്രയും ദൂരം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ, ഇത് പ്രണയമാണോ? എനിക്കിങ്ങനെ ഇതേവരെ തോന്നിയിട്ടേ ഇല്ലടാ. സത്യം പറഞ്ഞ ഈ ഫീലിങ് എന്തോ ഒരു ഫ്രഷ് ആയിട്ട് തോന്നുക. കണ്ണടച്ചാ പോലും അവൾ എന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നുന്നു. അവള് ചിരിക്കുന്ന പോലെ തോന്നുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോ എടാ കുട്ട ചാരി മോനെ, ഇതത് തന്നെ ആടാ. എന്റെ ദൈവമേ, ഇത് പ്രണയം തന്നെ. ഏതാ പെണ്ണ്? എന്തുകൊണ്ടാ അവളെ വീണ്ടും വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നത്? ആ പെണ്ണിനെ കാണുമ്പോഴെല്ലാം എനിക്കെന്താ ശോഭയെ ഓർമ്മ വരുന്നത്? തെരുവിൽ നൃത്തം ചെയ്യുന്ന ആ പെണ്ണ് എന്നെ എങ്ങനെ അസ്വസ്ഥമാക്കുന്നത് എന്താ? ശോഭയോ ആ പെണ്ണും തമ്മില് എന്താ ബന്ധം? ശോഭയെ പോലെ തന്നെ അവൾ നൃത്തം ചെയ്യുന്നോണ്ട് എനിക്ക് ശോഭയെ ഓർമ്മ വരുന്നതാണോ? അതിലും വലിയ ബന്ധം എന്തെങ്കിലും ഉണ്ടാകോ?
എങ്ങനെ വേണം ചെയ്യാൻ. ചെയ്തു നോക്ക്. ആഹാ, ഇതെന്നെ കൊണ്ട് പറ്റില്ല. നീ ചെയ്തേ പറ്റൂ. ഏട്ടാ, ഈ ചെലങ്ക കെട്ടി കാലിങ്ങനെ ചലിപ്പിച്ച് ദേഹം എങ്ങനെ ഇളക്കാനാ? എന്തിനാ ഏട്ടാ ഇത്? ഈ ഡാൻസ് എന്നെ കൊണ്ട് പറ്റില്ല ഏട്ടാ. നിന്നെ കൊണ്ട് ഇതിന് പറ്റുന്നുണ്ടോ? ആ ചിലങ്കയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി കടല് കടന്നു പോലും വിദേശികൾ ഇവിടെ വരുന്നുണ്ട്. അത്രയ്ക്ക് മഹത്വമുണ്ടോ ചിലങ്കയ്ക്ക്? അവരുടെ കാര്യം ഇരിക്കട്ടെ, എന്നെ കൊണ്ട് ഈ ഡാൻസ് ചെയ്യാൻ പറ്റില്ല ഏട്ടാ. പൂർണി, പഠിക്കാതെ എങ്ങനെ നിനക്കിത് പറയാൻ പറ്റും? ഈ ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വിട്ട് നിനക്കൊരു ജീവിതമേ ഉണ്ടാവില്ല. ഞാൻ പഠിച്ചോളാം, പക്ഷേ സൂംപയാണെങ്കിൽ നടക്കില്ല. നീ ക്ലാസിക്കൽ ഡാൻസ് തന്നെ പഠിക്കണം. അതിലിനി ഒരു മാറ്റവും ഇല്ല. ഇത് വളരെ കഷ്ടമാണ് ഏട്ടാ. നമ്മൾ കഷ്ടത്തെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതത്തിൽ മുന്നേറൂ. പ്ലീസ് ഏട്ടാ. നീ ഉറപ്പായും ക്ലാസിക്കൽ ഡാൻസ് തന്നെ പഠിച്ചിരിക്കണം. ആൻഡ് ദാറ്റ്സ് ഫൈനൽ. ഇനി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറ, നമുക്ക് ടീച്ചറിനെ അങ്ങ് മാറ്റാം. ഇന്ദു, ബിന്ദു, ഇത് നിനക്ക്. വാ. ആ, ഇത് നിനക്കുള്ളത്. നോക്ക്, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് ഇട്ടോണം. നോക്കേണ്ടത് റേറ്റ് അല്ല, ക്വാളിറ്റിയാ. നന്നായിട്ടുണ്ട് ആന്റി. നക്ഷത്ര, നമുക്ക് രണ്ടാക്കും 1600 രൂപയുടെ. നക്ഷത്രയ്ക്ക് ഇനി ഒത്തിരി വില കൂടിയതായിരിക്കും. 12,000 രൂപയോ മമ്മി? നീ റേറ്റ് ഒന്ന് നോക്കണ്ട, ഇഷ്ടപ്പെട്ടോന്ന് പറ. നിനക്ക് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് ഞാനിത് ഡിസൈൻ ചെയ്യിപ്പിച്ചെടുത്തതാ. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട് മമ്മി. പിന്നെ എന്റെ മോൾ ആരാ? മഹാറാണി. എന്റെ മോൾ ഇടുന്ന ഡ്രസ്സ് മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ല. താങ്ക് യു മോം, താങ്ക് യു വെരി മച്ച്. ശരി, വേഗം പോയി ഡ്രസ്സ് ഇട്ടിട്ട് വാ. പോ. ആഹാ, നല്ല സൂപ്പർ ഐഡിയ. ഞാൻ പൊളിക്കും. ആ പെണ്ണിന് ഞാൻ ഈ ഡ്രസ്സ് എങ്ങനെ എത്തിച്ചു കൊടുക്കും? എങ്ങനെ കൊടുക്കണം? അതൊക്കെ സിമ്പിൾ അല്ലേ നക്ഷത്രം. ഞാനിപ്പോ ഈസി ആയിട്ട് പറ്റിക്കല്ലോ. ഇപ്പൊ കാണിച്ചു തരാം. ഈ ഡ്രസ് നല്ല ഭംഗിയുണ്ടല്ലേ? അയ്യേ, നിനക്കിത് ചേരുന്നേ ഇല്ല. ചേരുന്നില്ലെന്നോ? എനിക്കിത് നല്ല ഫിറ്റ് ആയിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കിക്കോ. അങ്ങനെയാണോ? ഒക്കെ പറയുന്നതേ അല്ല മാഡം. ഈ കളർ ഡ്രസ്സും നീയും തമ്മിലേ ഒരു മാച്ചിങ്ങും ഇല്ല. അമ്മ സെലക്ട് ചെയ്ത് കഴിഞ്ഞാ എല്ലാവരും സൂപ്പർ ആണെന്ന് പറയുമല്ലോ. നിനക്ക് മാത്രം എന്താ? ആഹാ, ഒറ്റ സെക്കൻഡേ. എവിടെ ഏത് ആംഗിളിൽ നോക്കിയിട്ടും ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നേ ഇല്ല. മമ്മി വാങ്ങി തന്ന ഡ്രസ്സാണെങ്കിൽ മോശമാണെന്ന് ആരും പറയില്ല. ആ എന്റെ അമ്മോ, ആന്റിയുടെ ദേഷ്യം എല്ലാവർക്കും പേടിയാണ്. എനിക്ക് അമ്മായിയെക്കാളും നീയല്ലേടി വലുത്. ആ ഇങ്ങോട്ട് നോക്ക്. നീ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ നിന്റെ ഫ്രണ്ട്സ് എല്ലാം നിന്നെ കണ്ട് വായും പൊളിച്ചേ അന്തം വിട്ട് നിക്കണം. അങ്ങനെ വേണം നീ ഡ്രസ് ചെയ്യാൻ. ആണോ? അതേന്നേ. ഒരു സെക്കൻഡേ. ഇതെനിക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ, പിന്നെന്താ ചാരി ഇങ്ങനെ പറയുന്നത്? ഈ ഡ്രസ്സും റോസ്
നീ റോസ്